വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ നിങ്ങളെ കാണുവാനും ദൈവസന്ദേശം നൽകുവാനും ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ വചന ശുശ്രൂഷയിലേക്ക്, ഈ ധ്യാനത്തിലേക്ക് പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ജഡ താല്പര്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഓട്ടം, ഒരു വേർപാട് ജീവിതം നമുക്ക് ആവശ്യമാണ്. ആ കൃപയും അനുഗ്രഹവും ഇന്ന് ലഭിക്കുവാൻ നമുക്ക് എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുത കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. നിന്നോട് ചേർന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുകയും താങ്ങുകയും ചെയ്യണമേ. നിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു നൽകിക്കൊണ്ട് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന ചിന്ത ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്.
ഓടി രക്ഷപ്പെടുക. എന്തിൽ നിന്നുള്ള ഓട്ടമാണ്? ഏതിലേക്കുള്ള ഓട്ടമാണ്? ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സോദോം ഗോമോറ എന്ന ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ ആ പട്ടണത്തിൽ കുടുംബമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലോത്ത് എന്ന് പറയുന്നത്. ലോത്ത് തൻ്റെ ഭാര്യയും 2 പെൺമക്കളുമായി ആ പട്ടണത്തിൽ കുറെ നാളുകളായി അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പട്ടണത്തിൽ പാപം വർദ്ധിച്ച് പാപം കൊടുമ്പിരി കൊണ്ടു. ലൈംഗികമായ പാപം, സ്വവർഗഭോഗം, പുരുഷന്മാരും തമ്മിൽ, സ്ത്രീകളും തമ്മിൽ ലൈംഗിക ആസക്തിയാൽ ജ്വലിക്കുന്ന പ്രകൃതി വിരുദ്ധമായ പാപം ആ പട്ടണം മുഴുവൻ പടർന്നു. അത് സോദോം അല്ലെങ്കിൽ ഈ ലോത്തിന്റെ കുടുംബത്തിലുള്ളവരെ അവരുമായി പോലും പാപം ചെയ്യുവാൻ പുറത്തുള്ള ജനത ആഗ്രഹിച്ചു, അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പാപം ഭൂമിയിലെങ്ങും ഒതുങ്ങാതെ അത് സ്വർഗത്തോളം എത്തി. ദൈവം ആ പട്ടണത്തെ ന്യായവിധിക്കായി വിളിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവം അഗ്നി ഇറക്കി ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ അബ്രഹാത്തെ ഓർത്ത് അബ്രഹാത്തിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും ദൈവം ആ പട്ടണത്തിൽ നിന്ന് നാശം വരുന്നതിന് മുൻപ് ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പൊ 3 ദൈവദൂതന്മാർ ഇവരുടെ അടുക്കൽ വന്ന് ഈ ലോത്തിനോടും കുടുംബത്തോടും പറയുകയാണ്: ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വാരങ്ങളിൽ ഒന്നും തങ്ങരുത്, മലമുകളിലേക്ക് ഓടിക്കയറുക. 4 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവരുടെ അടുക്കൽ വന്ന് മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ഈ പട്ടണം ഉടനടി ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ പട്ടണത്തിൽ ഉള്ളവരോടൊപ്പം അഗ്നിയിൽ നിങ്ങൾ ദഹിച്ചു പോകാതിരിക്കണമെങ്കിൽ, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് ഈ കാലഘട്ടത്ത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് ജീവനിലേക്ക് ഉള്ള ഒരു ഓട്ടം നമുക്ക് ആവശ്യമാണ്. പാപത്തിൽ മുഴുകി പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്
ദൈവം ഒരുക്കിയ നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ ലോകമെന്ന് ബൈബിൾ എപ്പോഴും വിശേഷിപ്പിക്കുക നമ്മൾ ദൃശ്യമായി കാണുന്ന ഈ ഭൂമിയെ അല്ല അർത്ഥമാക്കുന്നത്. ലോകം എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്തിൽ മുഴുവൻ പാപവും പാപമാലിന്യങ്ങളും നിറഞ്ഞു വരികയാണ്. ഇവിടെ ഒരു വിശ്വാസിക്ക് പാപത്തിൽ വസിക്കുന്നവരോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കുവാൻ വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് നീ പാപികളുടെ ഇടയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അശുദ്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക്, ആ ദർശനത്തിലേക്ക്, ആ ദൈവം നൽകുന്ന നിത്യജീവിതത്തിലേക്ക് നമുക്കൊരു ഓട്ടം ഓടേണ്ടതാണ്. വൈകരുത്. മരണം എപ്പോ വേണേലും നിന്റെ പടിവാതിക്കൽ വരാം. മരണം ഏത് നിമിഷവും കടന്നു വരാം. ആയതിനാൽ ഓരോ നിമിഷവും പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പാപികളുടെ ഇടയിൽ നിന്ന് നീ ഓടി രക്ഷപ്പെടുവാൻ നീ ശ്രമിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, പിന്തിരിഞ്ഞു നോക്കരുത്. പിന്തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ എന്തു ചെയ്തു? ലോത്ത് മുൻപേ പോകുന്നു, ലോത്തിന്റെ മക്കൾ പുറകെ പോകുന്നു, അതിൻ്റെയും പുറകെ ഇതാ ലോത്തിന്റെ ഭാര്യ പോകുകയാണ്. അപ്പൊ ഒരു കുടുംബം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പട്ടണത്തിന്റെ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലേക്ക് അഗ്നി ഇറങ്ങി വലിയ ശബ്ദത്തോടെ ആ പട്ടണം കത്തിയെരിയാൻ തുടങ്ങി. അപ്പൊ ഓട്ടത്തിനിടയിൽ ലോത്തിന്റെ ഭാര്യ എന്തു ചെയ്തു? പിന്തിരിഞ്ഞ് ഒന്ന് നോക്കി. ഏതിലേക്ക്? താൻ വിട്ടുപോന്ന ആ പട്ടണത്തിലേക്കുള്ള നോട്ടം. ബൈബിൾ പറയുന്നു, ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കുകയും ആ നോക്കിയ നിപ്പിൽ പെട്ടെന്ന് ഉപ്പ് തൂണായി മാറി, സ്റ്റില്ലായിട്ട് മാറി, ഉപ്പിന്റെ തൂണായി മാറി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിന് വളരെ ഗൗരവമായിട്ടുള്ള വില കൊടുക്കണം. ഓടുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതൊരു നിസ്സാരമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ഒന്ന് നോക്കിയത് കൊണ്ട് എന്നാ കാര്യം? കുഴപ്പം എന്നതാ? ഒന്ന് നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇനി ഞാനങ്ങോട്ട് പോകുന്നില്ലല്ലോ, ഏതെക്കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? ദൈവം പറഞ്ഞ വാക്കിനെ നിസ്സാരമായിട്ട് നമ്മൾ കണ്ടാൽ, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നതിന് വളരെ വില കൊടുക്കേണ്ടി വരും എൻ്റെ പ്രിയ സഹോദര സഹോദരി. അതാണ് ഇന്ന് പലരുടെ ജീവിതത്തിൽ, പലരുടെ കുടുംബത്തിൽ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാ. ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ, ദൈവത്തിൻ്റെ ആഹ്വാനങ്ങളെ നമ്മൾ അവഗണിക്കുന്നു, പുച്ഛിച്ചു തള്ളുന്നു, നിസ്സാരവൽക്കരിക്കുന്നു. തുച്ഛമായിട്ട് അതിനെ കാണുന്നത് കൊണ്ട് അതിൻ്റെതായ അനന്തര ഫലങ്ങൾ ഇന്ന് വ്യക്തികളും സമൂഹവും കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദൂതൻ അവരുടെ പ്രത്യേകം പറഞ്ഞു, ഓടി രക്ഷപ്പെടുക, പിന്തിരിഞ്ഞ് നോക്കരുത്.
ഓടുന്നതിൻ്റെ ഇടയിൽ ലോത്തിന്റെ ഭാര്യ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. ഉടൻ അവൾ ഉപ്പുതൂണായി മാറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം വളരെ ഗൗരവമായിട്ട് പറയുന്നതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ദൈവദൂതൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താ? താഴ്വാരങ്ങളിലെങ്ങും തങ്ങരുത്. നിങ്ങൾ ഓടുമ്പോൾ ഓടിപ്പോയി താഴ്വാരങ്ങളിലൊന്നും തങ്ങരുത്. ഇത് വലിയൊരു ആത്മീയ മർമ്മമായി പ്രിയമുള്ളവരേത്. താഴ്വാരം എന്ന് പറയുന്നത് ബൈബിളിൽ എപ്പോഴും താഴ്വാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ പ്രതീകമാണ്. പാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് താഴ്വാരങ്ങളെ എപ്പോഴും കാണിക്കുന്നത്. ജെറുസലേമിൽ നിന്ന് ഇതാ എമ്മൗസിലേക്ക് പോയി. അപ്പോൾ താഴ്വാരം എപ്പോഴും തിന്മയുടെ പ്രതീകമായി, പാപത്തിൻ്റെ പ്രതീകമായി നിഴലിക്കുന്ന സ്ഥലമായത്. അപ്പൊ ദൈവദൂതൻ ഇവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ താഴ്വരകളിലൊന്നും തങ്ങരുത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മീയ മണ്ഡലത്തിൽ താഴ്വാരങ്ങളിൽ കിടക്കേണ്ടവരല്ല നമ്മൾ. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വല്ലപ്പോഴും ഒന്ന് പള്ളിയിലൊക്കെ പോയി കുറേശ്ശെ കൊന്തയൊക്കെ ചൊല്ലി നേർച്ച കാഴ്ചകളൊക്കെ നടത്തി പെരുന്നാളും ഘോഷിച്ച് എങ്ങനെയെങ്കിലുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടവരല്ല നമ്മൾ. ലോകത്തിൻ്റെ സുഖങ്ങളും ലോകമോഹങ്ങളും ജഡീയ താല്പര്യങ്ങളും ജഡീയ ആസക്തികളും മദ്യവും മയക്കുമരുന്നും സമ്പത്തും അതിൻ്റെ സുഖങ്ങളും ഇതും ആഘോഷിച്ച് ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് താഴ്വാരങ്ങളിൽ കിടക്കുമ്പോഴുള്ള ആ സുഖം അനുഭവിച്ച് നീ മുന്നോട്ട് പോകേണ്ടവനല്ല. നീ താഴ്വാരങ്ങളിലെങ്ങും നീ തങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് താഴ്വാരങ്ങൾ എന്ന് പറയുന്നത് താഴ്ന്ന നിലത്തിലുള്ള വെറും നിസ്സാരമായ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സുഖങ്ങളും ആനന്ദങ്ങളും, താഴ്ന്ന നിലവാരത്തിലുള്ള ആനന്ദങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതനുഭവിച്ചുകൊണ്ട് പേരിന് ക്രിസ്ത്യാനിയായി നമ്മൾ ജീവിക്കേണ്ടവരല്ല. നാലാമത്തെ കാര്യമായി ദൈവദൂതൻ എന്താണ് ലോത്തിനോടും കുടുംബത്തിനോടും പറഞ്ഞത്? മലമുകളിലേക്ക് കയറുക എന്ന്. ജീവരക്ഷയ്ക്ക് വേണ്ടി ഉയരങ്ങളിലുള്ള ആ വലിയ മലമുകളിലോട്ട് നീ കയറുക. പക്ഷേ ലോത്ത് എന്ത് ചെയ്തു? താഴ്വാരത്തിലുള്ള ഒരു ചെറിയ ഗുഹയിലോട്ട് കയറി. ബൈബിൾ പറയുന്നു ആ ഗുഹയ്ക്ക് പറയുന്ന പേര് സോവാർ എന്ന്. സോവാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ലോത്ത് തിരഞ്ഞെടുത്തത് എന്താണ്? ചെറിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ചെറിയ ഒരു ഗുഹയിലോട്ട് കയറി രക്ഷപ്പെടാം എന്ന് ശ്രമിച്ചു. ദൈവം എന്താ പറഞ്ഞത്? നീ മലമുകളിലോട്ട് കയറുക. എന്നാൽ മലമുകളിലോട്ട് കയറാൻ അവന് വയ്യായിരുന്നു, അവന് മടിയായിരുന്നു, അവന് അസഹ്യമായിട്ട് തോന്നി. അവൻ പറയുക, എനിക്ക് അങ്ങോട്ടൊക്കെ കയറാൻ ശകലം ബുദ്ധിമുട്ടാ. വലിയ ഉന്നതങ്ങളിലേക്ക് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോളാം, ഇത് തൊട്ടടുത്താണല്ലോ, ഇത് താഴ്ന്ന സ്ഥലത്താണല്ലോ, ഈ ഗുഹയിലോട്ട് കയറിക്കോളാം എന്ന് യവൻ നിർബന്ധം പിടിച്ചത് കൊണ്ട് ദൈവദൂതൻ പറഞ്ഞു, അങ്ങോട്ടെങ്കിലും കയറ്. അങ്ങനെ ഇവൻ സ്വയമായിട്ട് തെരഞ്ഞെടുത്ത സ്ഥലമാണ് സോവാർ എന്ന് പറയുന്ന സ്ഥലം. അവൻ അവിടെ ഇതാ തമ്പടിക്കുകയാണ്. അവിടെ അവനും മക്കളും കൂടെ താമസിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മലമുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലേക്ക് ഈ കയറി വരിക. ആത്മീയ മണ്ഡലത്തിൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക്, ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിലേക്ക് നീ കുറെ കൂടെ ഉയരണം, കുറെ കൂടെ കയറണം.
ഇതാണ് ദൈവം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും ബൈബിളിൽ മലമുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണ്. ദൈവം മഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. ദൈവം മനുഷ്യരോട് സംഭാഷണം നടത്തുന്ന സന്ധിയിൽ ഏർപ്പെടുന്ന സ്ഥലമാണ് മലമുകൾ. ഖേറൂബ് മലമുകൾ, മോറിയ മല, സീനായ് മല, താബോർ മല, കാൽവരി മല. പ്രിയമുള്ളവരെ, യേശു ഇന്ന് നിങ്ങളെ വിളിക്കുന്നത് മലമുകളിലോട്ട് കയറാനാ. അവിടെയാണ് ദൈവത്തിനോട് നിന്നോട് സംസാരിക്കാനുള്ളത്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്. ദൈവത്തിന് തൻ്റെ മഹത്വം നിന്റെ മേൽ നിറയ്ക്കുവാനുണ്ട്. എവിടെയാണ് മലമുകൾ? നീ മലമുകളിലേക്ക് കയറാൻ തയ്യാറാണെങ്കിൽ ദൈവം അവിടേക്ക് ഇറങ്ങി വരും. പക്ഷെ ലോത്ത് അവൻ മലമുകളിലോട്ട് കയറിയില്ല. അവൻ താഴ്വാരത്ത് ചെറിയ ഒരു ഗുഹയിലോട്ട് കയറി, സോവാറിൽ കയറി. ബൈബിൾ പറയുന്നു, സോവാർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവന് താമസിക്കാൻ പിന്നീട് ഭയമായി മാറി. ഹല്ലേലൂയ. നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ചില ഇഷ്ടങ്ങൾ, സ്വയം തിരഞ്ഞെടുക്കുന്ന ചില പദ്ധതികൾ, സ്വയം തിരഞ്ഞെടുക്കുന്ന ചില ആലോചനകൾ, പ്രിയമുള്ളവരെ, അത് നമുക്ക് സന്തോഷം നൽകുകയില്ല, സമാധാനം നൽകുകയില്ല, ഐശ്വര്യം നൽകുകയില്ല, ഉയർച്ച നൽകുകയില്ല. അത് നമ്മളെ പരാജയപ്പെടുത്തും, അത് നമ്മളെ ഭാരപ്പെടുത്തും, അത് നമ്മളെ ഭയപ്പെടുത്തും. സോവാറിൽ താമസിക്കുവാൻ അവന് ഭയമായി. സോവാർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ ഉപ്പുതൂണായി പോയല്ലോ. പിന്നെ അപ്പനും പെമ്മക്കളും കൂടിയാ. ഈ പെമ്മക്കൾ എന്നാ ചെയ്തു? അപ്പനെ മദ്യം കൊടുത്ത് ലഹരി പിടിപ്പിച്ച് പൂസാക്കിയിട്ട് മൂത്തവൾ അപ്പൻ്റെ കൂടെ ഒരു രാത്രി ചെലവഴിച്ചു. രണ്ടാമത്തെ രാത്രി രണ്ടാമത്തവളും ചെലവഴിച്ചു. അങ്ങനെ അപ്പനിൽ നിന്ന് സ്വന്തം പെൺമക്കൾ ഗർഭിണിയായി കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അങ്ങനെ ശപിക്കപ്പെട്ട രണ്ട് വംശങ്ങളുണ്ടായി, മോവാബ്യരും അമോന്യരും. എന്താ കാരണം? ദൈവം പറഞ്ഞ ഉന്നതങ്ങളിലേക്ക്, ഉയർന്ന മലമുകളിലോട്ട് അവൻ കയറിയില്ല. അതാണ് മക്കൾ വഴിപിഴച്ചു പോകാൻ കാരണം. അവൻ്റെ തലമുറ നശിച്ചു പോകാൻ കാരണം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, അബ്രഹാത്തിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, അബ്രഹാത്തിൻ്റെ സ്വന്തം സഹോദരപുത്രനായ ലോത്തും തലമുറകളും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ലോകത്തിൽ നിന്ന് വേർപെടാം, ലോകത്തിൽ നിന്ന് നമുക്ക് ഓടാം. നീ പിന്തിരിഞ്ഞു നോക്കരുത്. ഉപേക്ഷിച്ച പാപം, പഴയ ജഡിക താല്പര്യങ്ങൾ, ലോകം നൽകിയ സുഖങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കരുത്. പഴയ ജീവിതത്തിലോട്ട് നീ പിന്തിരിഞ്ഞു നോക്കിയാൽ നീ വീണ്ടും പാപത്തിലേക്ക് വീണു പോകാൻ നീ ഇടവരും. താഴ്വാരങ്ങളിൽ തങ്ങരുത്. താഴ്വാരങ്ങളിൽ അനേകം സുഖങ്ങളുണ്ട്. അതിൽ തൃപ്തിപ്പെട്ട് അവിടെ തങ്ങിയാൽ നീയും നിന്റെ തലമുറകളും നശിക്കുവാൻ കാരണമാകും. എന്നാൽ ദൈവം പറഞ്ഞ ഉന്നതങ്ങളിലേക്ക് കയറുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവദൂതൻ വന്ന് പറയുന്നു, ഇതാ നിങ്ങൾ ഓടി രക്ഷപ്പെടുക, താഴ്വാരങ്ങളിലൊന്നും തങ്ങരുത്, പിന്തിരിഞ്ഞു നോക്കരുത്, മലമുകളിലോട്ട് കയറുക എന്ന് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുക. ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്ന് ഓടി അകലുവാൻ, താഴ്വാരങ്ങളുടെ സുഖങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുവാൻ നിങ്ങൾ പോകരുത്.
പഴയ സുഖങ്ങളിലേക്ക്, പഴയ പാപങ്ങളിലേക്ക് നീ പിന്തിരിഞ്ഞു നോക്കരുത്. ഉന്നതമായ ഒരു ദർശനം പ്രാപിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക്, ഉയർന്ന ആധ്യാത്മികതയിലേക്ക്, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നീ ഉയർന്ന മലമുകളിലോട്ട് കയറുവാൻ തയ്യാറാണെങ്കിൽ അവിടേക്ക് ദൈവം ഇറങ്ങി വരും. ആ മലമുകളിൽ ദൈവം നിന്നോട് സംസാരിക്കും. ദൈവത്തിന് മഹത്വം നിനമേൽ ഇറങ്ങും. ദൈവം നിങ്ങളുടെ ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിനക്ക് വേണ്ടത് നൽകും. അബ്രഹാം മോറിയ മലയിൽ വെച്ച് അബ്രഹാത്തിന് ദൈവം ഇതാ വേണ്ടത് കൊടുത്തു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടും. ഈ കൃപ വേണ്ടിയവരെല്ലാം ഏഴു കരങ്ങളെ യുഗത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തം കേൾക്കുന്ന കർത്താവേ, എന്റെ മുമ്പിലായിരിക്കുന്ന പതിനായിരങ്ങളുടെ പേര് നിന്റെ അത്ഭുത കൃപയൊഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ചെടിക താല്പര്യങ്ങളിൽ നിന്ന്, താൽവാരങ്ങളിലെ സുഖങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഉന്നതത്തിലുള്ള ശക്തിയാൽ നിറയട്ടെ. നിന്റെ കൃപയാൽ ഇവർ നിറയപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, ദുശ്ശീലങ്ങൾ മാറട്ടെ, പഴക്കദോഷങ്ങൾ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകവുമായിട്ട് കെട്ടിയിരിക്കുന്ന കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്ന് ഇവർ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഉന്നതമായ ദർശനങ്ങൾ നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ അഭിഷേകം ഇവരുടെ മേൽ പറന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ നിറയണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മേൽ ഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിക്കുന്നു. അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.